അപ്പോൾ ഇത് നമ്മുടെ ഒരു പുതിയ യൂണിറ്റാണ് എടുക്കുന്നത്. ദറ്റ് ഈസ് ഒരു വലിയ യൂണിറ്റാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. സിലബസിൽ 12 മണിക്കൂർ അങ്ങനെ യൂണിറ്റ്, വലിയ യൂണിറ്റാണ്. അപ്പോൾ നമ്മൾ പരമാവധി സ്പീഡിൽ, നമ്മുടെ സമയം വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ അധികം വിശദീകരിക്കാൻ സമയമില്ല. ശ്രദ്ധിച്ച് കേൾക്കുക, ടെസ്റ്റൊക്കെ വായിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ +2 ക്ലാസ്സിലും അതിന് മുമ്പേ തന്നെ കേട്ടിട്ടുണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ വേറൊരു പേരാണ് കോംപ്ലക്സ് കോമ്പൗണ്ട്സ്. എന്താണ് കോംപ്ലക്സ് കോമ്പൗണ്ട്സ് അല്ലെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ? ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞ് സമയം കളയാൻ നമുക്ക് അധികം സമയമില്ല. കോർഡിനേഷൻ കോംപ്ലക്സ് പേര് വെക്കുമ്പോൾ തന്നെ അത് കുറച്ച് കോംപ്ലക്സ് ആണ്. സാധാരണഗതിയിൽ എലമെന്റ്സ് കമ്പൈൻ ടുഗദർ ടു ഫോം മോളിക്യൂൾസ് അല്ലേ? ഈ മോളിക്യൂൾസ് ഉണ്ടാകുന്നതിന് പ്രധാന കാരണം എന്താ? എലമെന്റ്സിന് കൂടുതൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ് അല്ലേ? ഇപ്പോൾ പൊട്ടാസ്യം ക്ലോറിന് പൊട്ടാസ്യം ക്ലോറൈഡ് ഇറ്റ്സ് മോർ സ്റ്റേബിൾ. ഒക്ടേറ്റ് അല്ലേ? ഒക്ടേറ്റ് അല്ലെങ്കിൽ വാട്ടർ, ഹൈഡ്രജൻ ഓക്സിജൻ ചേർത്ത് വാട്ടർ ഉണ്ടായി, ഓക്സിജന് ഒക്ടേറ്റായി, ഹൈഡ്രജന് എൻ്റെ ഡബിളറ്റായി, അപ്പോൾ ഒക്കെ വളരെ ഡ്യൂപ്ലറ്റായി, അതൊക്കെ വളരെ സ്റ്റേബിളായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ സ്റ്റേബിളായ കോമ്പൗണ്ട്സ് വീണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് കോംപ്ലക്സ് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്. നമുക്കറിയാം കോംപ്ലക്സ് കോമ്പൗണ്ട്സ്. ഈ കോംപ്ലക്സ് കോമ്പൗണ്ട്സിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ തുടക്കത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഡബിൾ സോൾട്ട്സ് ആൻഡ് കോംപ്ലക്സ്. ഡബിൾ സോൾട്ട്സ് കേട്ടിട്ടുണ്ട് നിങ്ങൾ? ഡബിൾ സോൾട്ട്സ് കേട്ടിട്ടുണ്ടെന്ന് ചോദിക്കുന്ന അർത്ഥമല്ല, കേട്ടിട്ടുണ്ടാവും. ഡബിൾ സോൾട്ട്, മോർ സോൾട്ട് എല്ലാവർക്കും പരിചയമാണ് അല്ലെ? മോർ സോൾട്ട്, ഫെറസ് അമോണിയം സൾഫേറ്റ്, ദാറ്റ് ഈസ് FeSO4. NH4 twice SO4 6H2. ഇതാണ് മോർ സോൾട്ട്. മോർ സോൾട്ട് ക്യാൻ ബി ഫോംഡ് ബൈ മിക്സിംഗ് ടുഗദർ സ്റ്റോയിഷ്യോമെട്രിക് കോമ്പൗണ്ട്. സ്റ്റോയിഷ്യോമെട്രിക് വാക്കിന്റെ സ്റ്റോയിഷ്യോമെട്രിക് ഒരു വാക്ക് പറയുമ്പോൾ പ്രശ്നമായി. സ്റ്റോയിഷ്യോമെട്രിക് എന്ന് പറഞ്ഞാൽ മോളാർ റേഷ്യോയിലുള്ള 1:1. ഒരു ഫെറസ് സൾഫേറ്റിന് ഒരു അമോണിയം സൾഫേറ്റും കൂടി മോളാർ റേഷ്യോയിലാണ്. 1 ഗ്രാമിന് 1 ഗ്രാം അല്ല, 1 മോളിന് 1 മോൾ. മോളിനെ പറ്റി ഒന്നും വിശദീകരിക്കാൻ സമയമില്ല. അങ്ങനെ മിക്സ് ചെയ്തിട്ട് 1 മോളിന് 1 മോൾ, ഓരോ മോൾ വേണമെന്നല്ല, 0.1 മോളിന് 0.1 മോൾ, N മോളിന് N മോൾ, അത്രയേ ഉള്ളൂ. കുറച്ച് ഇതിന്റെ മോളാർ റേഷ്യോ അത്രയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട് നമ്മൾ അതിനെ ക്രിസ്റ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫെറസ് സൾഫേറ്റിൽ നിന്നും അമോണിയം സൾഫേറ്റിൽ നിന്നും വ്യത്യസ്തമായ വേറൊരു സോൾട്ടായി മാറുന്നു. അതാണ് മോർ സോൾട്ട് അല്ലെങ്കിൽ ഫെറസ് അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്നത്. സോളിഡ് സ്റ്റേറ്റിൽ അത് വെള്ളത്തിൽ കലക്കിയാൽ യാതൊരു സംശയമില്ല, അത് വീണ്ടും ഫെറസ് സൾഫേറ്റും അമോണിയം സൾഫേറ്റ് എങ്ങനെയാണോ ഫെറസ് സൾഫേറ്റും അമോണിയം സൾഫേറ്റും ബിഹേവ് ചെയ്യുന്നത് അതുപോലെ ബിഹേവ് ചെയ്യും. ഡബിൾ സോൾട്ട്സ് പറയുന്നത് മനസ്സിലാണ്ട. പൊട്ടാസ്യം സൾഫേറ്റും അലുമിനിയം സൾഫേറ്റും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, K2SO4. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1:1 മോളാർ റേഷ്യോയിൽ എടുത്തിട്ട് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അതിനെ ക്രിസ്റ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പുതിയ ഒരു സോൾട്ട് ആയിരുന്നു. ദാറ്റ് ഈസ് കോൾഡ് പൊട്ടാഷ് ആലം. ഇതിന്റെ ഫോർമുല K2SO4 thrice 24H2. ആലം കേട്ടിട്ടുണ്ട്? ആലം കേട്ടിട്ടുണ്ടാവും. ഇതിനെപ്പറ്റി അധികം വേദനാവണ്ട. ഇതൊക്കെ ഡബിൾ സോൾട്ടുകളാണ്. സോളിഡ് സ്റ്റേറ്റിൽ അത് ഒരു പ്രത്യേക സ്വഭാവം കാണിക്കും. ഇതിന്റെ അല്ലാത്തത് പൊട്ടാഷ് സൾഫേറ്റിനെ പോലെയോ അലുമിനിയം സൾഫേറ്റിനെ പോലെയോ അല്ല പൊട്ടാഷ് ആലം. അതുപോലെ ഫെറസ് സൾഫേറ്റ് പോലെയോ അമോണിയം സൾഫേറ്റ് പോലെയോ അല്ല ഇത് മോർ സോൾട്ട്. എവിടെ? ക്രിസ്റ്റൽ സ്റ്റേറ്റിൽ, സോളിഡ് സ്റ്റേറ്റിൽ. പക്ഷെ വെള്ളത്തിൽ ലയിപ്പിച്ച് കഴിഞ്ഞാലോ അത് സാധാരണഗതിയിൽ ഫെറസ് സൾഫേറ്റ് അമോണിയം സൾഫേറ്റും വെള്ളത്തിൽ ലയിപ്പിച്ച പോലെ തന്നെ ഫെറസിന്റെ റിയാക്ഷൻ തരും, സൾഫേറ്റിന്റെ റിയാക്ഷൻ തരും, അമോണിയത്തിന്റെ റിയാക്ഷൻ തരും. അല്ലെങ്കിൽ ഇറ്റ് വിൽ കണ്ടെയ്ൻ 1 ferrous ion, 2 ammonium ions and 2 equivalents of sulfate ions. അത്രയും ഉണ്ടാവില്ല, സാധാരണ പോലെ ഉണ്ടാവും. ഡബിൾ സോൾട്ട് അപ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ മാത്രമേ എക്സിസ്റ്റൻസ് ഉള്ളൂ. വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2 ഫ്രീ സോൾട്ടുകൾ ലയിപ്പിച്ച പോലെ തന്നെയായിരിക്കും. അതേ സമയത്ത് നമ്മൾ പൊട്ടാസ്യം സയനൈഡും ഫെറസ് സയനൈഡും 4:1 റേഷ്യോയിൽ മിക്സ് ചെയ്യാം. 4 KCl-നെ 1 ഫെറസ് സയനൈഡ്. ഇത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് സൊല്യൂഷൻ എടുത്തിട്ട് സോൾട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പുതിയ സബ്സ്റ്റൻസ് ആയിരിക്കും. ദാറ്റ് ഈസ് അതിന്റെ ഫോർമുല തന്നെ വ്യത്യാസമാണ്. ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് കിട്ടും. ഇതെടുത്ത് വെള്ളത്തിൽ ലയിപ്പിച്ച് കഴിഞ്ഞാൽ അതിന്റെ പൊട്ടാസ്യം അയോൺസ് കാണും, പക്ഷെ എന്ത് കാണില്ല? ഫെറസ് അയോൺസ് കാണില്ല, സയനൈഡ് അയോൺസ്. ഇത് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 4 പൊട്ടാസ്യം അയോണും 1
ഫെറോസയനൈഡ് അയോണും ആയിട്ട് മാറും. അപ്പൊ നേരത്തെ ഡിസോൾവ് ചെയ്യുമ്പോൾ അത് എന്തായിരുന്നു? 4 പൊട്ടാസ്യം സയനൈഡ്, 4 പൊട്ടാസ്യം അയോൺ, 4 സയനൈഡ് അയോൺ. ഫെറോസയനൈഡ് ആണെങ്കിലോ 1 ഫെറസ് അയോൺ, 2 സയനൈഡ് അയോൺ. ഇതൊക്കെ ചേർന്നിട്ട് പുതിയൊരു കോമ്പൗണ്ട് ആയി മാറുകയാണ്. അത് അതിന്റെ പേര് പൊട്ടാസ്യം, നമ്മൾ പേരുടെ പൊട്ടാസ്യം ഫെറോസയനൈഡ് എന്നാണ്. തികച്ചും വ്യത്യസ്തമായ, തികച്ചും കോംപ്ലക്സ് ആയ ഒരു സബ്സ്റ്റൻസ് ആയി മാറുകയാണ്. And this complex substance, complex compound when dissolved in water, does not show the individual properties of the constituent particles, say potassium cyanide and ferrous. It will be a new thing, that is a complex substance, that is complex compound. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇതിനെപ്പറ്റി വിശദീകരിച്ച സമയം ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മളെ സംബന്ധിച്ച് എന്താണ് ഒരു കോംപ്ലക്സ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ? ഒരു കോംപ്ലക്സ് കോമ്പൗണ്ട് ഒരു മെറ്റൽ അയോണോ മെറ്റൽ ആറ്റമോ അതിന്റെ ചുറ്റും കുറച്ച് മോളിക്യൂൾസോ അയോണോ കൂടി അറേഞ്ച് ചെയ്തില്ല. ഫെറോസയനൈഡിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും ഇത് സാധാരണ ഒരു അയോണാണ്, പൊട്ടാസ്യം അയോൺ. ഇത് അസാധാരണമായ എന്താണ്? ഫെറോസയനൈഡ്. ഫെറോസയനൈഡ് is formed by the combination of a ferrous and 6 cyanide ions. അധികം വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇതൊക്കെ വിശദീകരിച്ച് പറയാൻ ഒരുപാടുണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഒരു ഫെറസ് അയോണും 6 സയനൈഡ് അയോണും ചേർന്നിട്ട് ഒരു സോൾട്ട് അല്ല ഉണ്ടാകുന്നത്, ഒരു കോംപ്ലക്സ് അയോൺ ആണ് ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? പൊട്ടാസ്യം അയോണും ക്ലോറൈഡ് അയോണും ചേർന്ന പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ട്. അതുപോലെയല്ല ഈ ഫെറസ് അയോണും 2 ഫെറസ് അയോണിന്റെ കൂടി 6 സയനൈഡ് അയോൺ ചേർന്നിട്ട് എന്തുണ്ടാകുന്നത്? ഒരു FeCl6 4- എന്നുള്ള ഒരു പുതിയ അയോൺ ഉണ്ടാവുകയാണ്. And it is seen that the 6 cyanide ions are arranged around the ferrous ion. നമ്മൾ സാധാരണ രീതിയിൽ ബാലൻസി കൺസിഡറേഷൻ വെച്ച് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം Fe2+ കൂടെ മാക്സിമം 2 അയോൺ ഇതുപോലെ വരേണ്ട ആവശ്യമുള്ളൂ. അത് ന്യൂട്രലായി. പിന്നെ 4 അയോൺസ് കൂടുതൽ ചേർന്നിട്ട് എന്തായി? അത് ഫെറോസയനൈഡ് എന്നുള്ള ഒരു കോംപ്ലക്സ് അയോൺ ആയി മാറിയിരിക്കുന്നു. സോ നോർമൽ ബാലൻസി കൺസിഡറേഷൻസ് cannot explain the combination of these things. അങ്ങനെയാണ് അതിന് ആദ്യകാലത്ത് എന്ത് പേര് കൊടുത്തത്? കോംപ്ലക്സ് കോമ്പൗണ്ട് എന്ന് കൊടുത്തത്. വേറെ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ കൊബാൾട്ട് ക്ലോറൈഡ് ഒരു സ്റ്റേബിൾ കോമ്പൗണ്ട് ആണ്. അമോണിയ വേറൊരു സ്റ്റേബിൾ കോമ്പൗണ്ട് ആണ്. ഇത് രണ്ടും ചേർന്നപ്പോൾ ഒരു പുതിയ കോമ്പൗണ്ട് ഉണ്ടാകുന്നു. അതിന്റെ ഫോർമുല ഇങ്ങനെയാണ്: COCl3 6NH3 അല്ലെങ്കിൽ CONH3 6 times 3+. അതിന്റെ കൂടെ 3 ക്ലോറൈഡ് അയോൺ. 3 ക്ലോറൈഡ് അയോൺ ഇവിടെ തന്നെയുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെയും ഈ കൊബാൾട്ട് 3+ എന്നുള്ള അയോണിന്റെ ചുറ്റും കുറെ അമോണിയ മോളിക്യൂൾസ് അറേഞ്ച് ചെയ്തിട്ട് അതൊരു പുതിയൊരു സ്പീഷീസ് ആയി മാറിയാണ്. മനസ്സിലായില്ലേ? കൊബാൾട്ട് അയോൺ, കൊബാൾട്ട് 3+ അയോൺ combined with 6 ammonia molecules. Here we have a Fe2 ferrous ion combined with 6 cyanide ions. ഈ cyanide അയോണും ഈ അമോണിയ മോളിക്യൂളും ഒക്കെ ഈ മെറ്റൽ അയോണോ മെറ്റൽ ആറ്റത്തിനോ ചിലപ്പോൾ ചുറ്റും ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ സാധാരണ നമ്മൾ കോമ്പൗണ്ട് ഓക്സിജൻ ചുറ്റും 2 ഹൈഡ്രജൻ ചേരുന്ന പോലെ വാട്ടർ ആകുന്ന പോലെ അല്ല, ഒരു വ്യത്യസ്ത രൂപത്തിലാണ്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? കോംപ്ലക്സ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇതിന്റെ സെൻട്രലിൽ മെറ്റൽ ആറ്റം ഉണ്ടാവും. ഇത് നമ്മൾ എന്ത് പറയുന്നു? ലിഗാൻഡ് എന്ന് പറയുന്നു. ലിഗാൻഡ്സ്. What is the duty of the ligand? As the duty of the ligand is to donate a pair of electrons, or a few pairs of electrons. ഒരു പേരോ ഇതിൽ കൂടുതൽ പേരോ ഇലക്ട്രോൺസ് മെറ്റൽ ഡൊണേറ്റ് ചെയ്യുന്നു. മെറ്റലുമായിട്ട് കോഓർഡിനേറ്റ് ബോണ്ട് നമ്മൾ കോവാലന്റ് ബോണ്ട് അല്ല, അയോണിക് ബോണ്ട് അല്ല, നമ്മൾ വേറെ ബോണ്ട് പഠിച്ചിട്ട് കോഓർഡിനേറ്റ് ബോണ്ട്. Yes, in covalent bond the bonding pair of electrons come one each from each atom. അല്ലേ? ഇപ്പൊ ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂളിലെ ഈ വരേണ്ട അർത്ഥം എന്താണ്? ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഹൈഡ്രജന്റെ 1 ഇലക്ട്രോണും ക്ലോറിന്റെ 7 ഇലക്ട്രോണിൽ 1 ഇലക്ട്രോൺ. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഈ ബോണ്ട് ഉണ്ടാവുന്നത്. ഇപ്പൊ ക്ലോറിനെ സംബന്ധിച്ച് 8 ഇലക്ട്രോണായി, ഹൈഡ്രജനെ സംബന്ധിച്ച് 2 ഇലക്ട്രോണായി, രണ്ടും വളരെ സ്റ്റേബിളായി. ഇതെന്ത് ബോണ്ടാണ്? കോവാലന്റ് ബോണ്ടാണ്. അതേസമയത്ത് ഇവിടെ ഉണ്ടാകുന്ന കോവാലന്റ് ബോണ്ട് അല്ല, കോഓർഡിനേറ്റ് ബോണ്ട്. That is both the electrons are coming from one side. ഒരാളെടുത്ത് ഒന്നുമില്ല, മറ്റേ രണ്ടും കൂടി. ഇവിടെ ഓരോരുത്തരെടുത്ത് രണ്ടാളും കൂടി ഷെയർ ചെയ്ത് ഉപയോഗിക്കുകയാണ്. മറ്റേത് അങ്ങനെയല്ല. In coordinate bond both the electrons or the pair, bonding pair is coming from one of the atom. ആ ആറ്റം ആ ആറ്റം ഈ അമോണിയ മോളിക്യൂളിൽ ഏതോ നൈട്രജൻ ആറ്റം ആയിരിക്കും, അല്ലെങ്കിൽ ഈ സയനൈഡ് അയോണിലുള്ള കാർബൺ ആറ്റം ആയിരിക്കും. പറയുന്നത് മനസ്സിലാണ് നിങ്ങൾക്ക്? ഈ പറഞ്ഞ പോലെ ഈ ലിഗാൻഡിന്റെ റോൾ എന്താണ്? Yes, ligand is acting as a donor, electron pair donor, and the metal atom is acting as a electron pair acceptor in a
കോംപ്ലക്സ് കോമ്പൗണ്ട് പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ട് കോംപ്ലക്സ് കോമ്പൗണ്ടിലോ സാധാരണ ഇതിൽ കോംപ്ലക്സ് അയോൺസ് ഉണ്ടാവും, കോംപ്ലക്സ് മോളിക്യൂൾസ് ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ക്ലിയർ ആയിട്ട് വരും. ഞാൻ വായിക്കാണ്. ഞാനിവിടെ 2-3 കോംപ്ലക്സ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ഫോർമുല എഴുതാണ്. ഒന്ന് നമ്മൾ നേരത്തെ കണ്ടു തന്നെ കണ്ടിട്ട് വേദന. Here we can see that this is a complex compound. Here this ശ്രദ്ധിക്കുക, ഇതിനൊരു ക്ലോറൈഡ് ഇതിന്റെ പുറത്തുണ്ട്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ മെറ്റൽ അയോണും അതിന്റെ കൂടെ വരുന്ന ലിഗാൻഡ്സിനും കൂടെ നമ്മൾ എപ്പോഴും ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു കോംപ്ലക്സ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. മെറ്റൽ അയോണും അതിന്റെ കൂടെ ചേർന്ന ലിഗാൻഡ്സും അതിനൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടും. ഇതിനാണ് 2s2 segregate or separate this species, that is yes, ഇതൊരു അയോണാണ്. ഈ ക്ലോറൈഡ്, ഇത് 3 ക്ലോറൈഡ് അയോൺ അതിന്റെ പുറത്തുണ്ട്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ കോഓർഡിനേഷൻ സ്ഫിയർ എന്ന് പറയും. That is the metal atom or ion surrounded by the ligands. Cobalt 3, ഈ 3+ എന്ന് കിട്ടുന്നത് ശ്രദ്ധിക്കുക. ഈ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 3+ എന്ന് പറയുന്നത് ഇതാ, ഇവിടെ 3 ക്ലോറൈഡ് അയോൺസ് ഉണ്ട് അല്ലേ. ഓരോ ക്ലോറൈഡിന്റെ ചാർജ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എത്രയാണ്? 1- ആണ്. 3 ക്ലോറൈഡ് 3 നെഗറ്റീവ് ചാർജ് ഉണ്ട്. അമോണിയ മോളിക്യൂൾ നമുക്കറിയാം ന്യൂട്രൽ മോളിക്യൂൾ ആണ്. അപ്പോൾ 3 ക്ലോറൈഡ് ഉണ്ടെങ്കിൽ 3 പോസിറ്റീവ് ചാർജ് കോബാൾട്ടിന് മുകളിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് മൊത്തത്തിൽ മോളിക്യൂള് ന്യൂട്രൽ ആയിട്ട് അതിനോട് ചാർജ് ഒന്നും കാണിക്കുന്നില്ല. മനസ്സിലായിട്ട് പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. അല്ലെങ്കിൽ എന്താണ് ഇത് 3- മനസ്സിലായില്ല. 3 ക്ലോറൈഡുകളുണ്ട്, 3 നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിന് 3 പോസിറ്റീവ് ചാർജ് വരണം. കാരണം അമോണിയക്ക് ചാർജ് ഇല്ല. മൊത്തം മോളിക്യൂൾ നമ്മൾ കാണുന്ന ന്യൂട്രൽ ആണ്. ഇവിടെ നോക്കിയേ, K4Fe(CN6). പൊട്ടാസ്യത്തിന്റെ ചാർജ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എത്രയാണ്? പൊട്ടാസ്യത്തിന്റെ ചാർജ് 1+ ആണ്. അപ്പൊ 4 പോസിറ്റീവ് ചാർജ് ഇവിടെ ഉണ്ട് അല്ലേ. സയനൈഡിന്റെ ചാർജ് നമുക്കറിയാം CN- ആണ്, സയനൈഡ് അയോൺ അല്ലേ. അതൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കണം. 6 നെഗറ്റീവ് ചാർജ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്ര പോസിറ്റീവ് ചാർജ് വേണോ? മൊത്തത്തിൽ എന്താണ്? ന്യൂട്രൽ ആണ്. മൊത്തത്തിൽ ചാർജ് 0 ആവണമെങ്കിൽ ഇവിടെ എത്ര വേണം? ഇവിടെ 2 പോസിറ്റീവ് ചാർജ് വേണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അങ്ങനെ നമുക്ക് മോളിക്യൂൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മെറ്റൽ ആറ്റത്തിന്റെ ചാർജ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കൃത്യമായിട്ട് പറയാൻ പറ്റും. മനസ്സിലായില്ലേ? ഇവിടെയോ, ഇവിടെ 3 ആണെങ്കിൽ കാരണം ഇവിടെ 3+ ഉണ്ട്. ഇവിടെ പിന്നെ പ്രശ്നമില്ല. 3+, 3 കൊബാൾട്ടിന്റെ ആയിരിക്കും, 3-. ഇതാരാണ്? C2O പറഞ്ഞാല് C2O4 is കൃത്യം മനസ്സിലാവും. ഓക്സലേറ്റിന്റെ ചാർജ് C2O4 2- എന്നാണ്. അപ്പൊ 3 ഓക്സലേറ്റ് ഉണ്ട്, 6 നെഗറ്റീവ് ചാർജ് ഉണ്ട്. 6 നെഗറ്റീവ് ചാർജിന്റെ 3 നെഗറ്റീവ് ചാർജ് പുറത്ത് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര വേണം? ഇവിടെ 3 പോസിറ്റീവ്. അതായത് ഈ 3 പോസിറ്റീവ് ചാർജും 6 നെഗറ്റീവ് ചാർജും ചേർന്നിട്ടാണ് 3 നെഗറ്റീവിനെ പുറത്ത് കാണുന്നത്. ഇവിടെ 3 പോസിറ്റീവ് ചാർജും 0 ചാർജുള്ള അമോണിയക്കുള്ളൂ അല്ലേ. അതിന് ചാർജ് ഇല്ല. അതുകൊണ്ടാണ് പുറത്ത് 3 കാണുന്നത്. ഇവിടെ 3 പോസിറ്റീവ് 6 നെഗറ്റീവ്, രണ്ടും കൂടി കൂട്ടിയാല് 3 നെഗറ്റീവ്. ഇത് നമ്മളിങ്ങനെ കൂട്ടേണ്ട, മനസ്സിൽ കാണാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആ ഒരു രീതി വെക്കുന്ന പരിപാടിയില്ല. പക്ഷെ ഓക്സിഡേഷൻ നമ്പർ എത്ര നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റണം. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ അനലൈസ് ചെയ്യുന്നതായിട്ട് എഴുതി കഴിഞ്ഞാല് എന്താ കാണുക? CO3 6 ടൈം. ഇത് 3 ക്ലോറൈഡ് ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ശ്രദ്ധിക്കാം, CONH3 6 ടൈംസ് ഒരു അയോൺ, 3 ക്ലോറൈഡ് അയോൺ. ഇത് എന്താണ്? ഇതും
ഇതും ചേർന്നിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. മനസ്സിലുണ്ടോ? ജസ്റ്റ് ലൈക്ക് AlCl3 can be written Al aluminum AlCl3 can be written as Al3 plus and 3 chloride ions. ഇതുപോലെയാണ് ഇവിടെ Al എന്ന് വെച്ചാൽ മതി. മനസ്സിലുണ്ടോ? അലുമിനിയം ക്ലോറൈഡ് ഫോർമുല AlCl3 3 ക്ലോറൈഡ് ഉണ്ട്. അപ്പോൾ അലുമിനിയത്തിന് 3 പോസിറ്റീവ് ചാർജ്. BaCl2 2 ക്ലോറൈഡ് ഉള്ളൂ, ബേരിയത്തിന് 2 പോസിറ്റീവ് ചാർജ്. NaCl 1 ക്ലോറൈഡേ ഉള്ളൂ, അപ്പോൾ സോഡിയത്തിന് 1 പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇത് എന്താണ്? ഇത് CONH6 times 3+ 3 ക്ലോറൈഡ് അയോൺസ്. ഇവിടെയോ? ഇവിടെ 4 പോസിറ്റീവ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിലെടുത്തിട്ടുണ്ടാവും 4 നെഗറ്റീവ് ഉണ്ട്. എങ്ങനെയാണ് യൂസ് 4 K+ ഒരു FeCN6 മൈനസ് 4 മൈനസ് 4 പ്ലസ് 4 നെഗറ്റീവ് ചേർന്നാലേ ശരിയാവും. മനസ്സിലായില്ലേ? FeCN6 4 മൈനസ്. ശ്രദ്ധിക്കുക, ഈ FeCN6 4 മൈനസ് എങ്ങനെ ഉണ്ടായിരിക്കുന്നത്? ഒരു Fe2+ 6 CN മൈനസും 6 നെഗറ്റീവ് ചാർജും 2 പോസിറ്റീവ് ചാർജും. അതാണ് 4 നെഗറ്റീവ് ചാർജ് ആയിട്ട് പുറത്ത് കാണുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ ഇതാകലോ, ഇത് വളരെ സിമ്പിൾ ആണ്. ഇത് നമ്മൾ എഴുതിയിട്ടുണ്ട് CONH3 6 times 3+ഉം അതേപോലെ COC2O4 thrice 3 മൈനസും ചേർന്നിട്ടാണ് ഇതിൻ്റെ. അതുപോലെ അതിൽ വ്യത്യാസമില്ല ഉണ്ടായിരിക്കുന്നത്. ഇവിടെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ നമ്മൾ ഈ കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ കാറ്റയോൺ എന്താണ്? കാറ്റയോൺ ഈസ് എ കോംപ്ലക്സ് അയോൺ. ആനയോൺ ഈസ് എ സിമ്പിൾ. ക്ലോറൈഡ് ഈസ് എ സിമ്പിൾ അയോൺ. ഇത് കോംപ്ലക്സ് അയോൺ. കാരണം മെറ്റൽ അയോൺ അതിന്റെ ചുറ്റും കുറെ ന്യൂട്രൽ മോളിക്യൂൾസ് ഉണ്ട്, അമോണിയ മോളിക്യൂൾസ്. ഇവിടെ വരുമ്പോഴോ കാറ്റയോൺ സിമ്പിൾ ആണ്, ആനയോൺ കോംപ്ലക്സ് ആണ്. ഇവിടെ കാറ്റയോൺ കോംപ്ലക്സ് ആണ്, ആനയോൺ സിമ്പിൾ. മനസ്സിലുള്ള കാറ്റയോൺ കോംപ്ലക്സ് is a complex cation and a simple anion. This is a simple cation and a complex anion. And the third one is a complex cation and a complex. ഇങ്ങനെ പല ടൈപ്പ് കോമ്പൗണ്ട്സ് ഉണ്ടാവാം. അതായത് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടില് കാറ്റയോൺ കോംപ്ലക്സും ആനയോൺ സിമ്പിളും ആവാം. കാറ്റയോൺ കോംപ്ലക്സ്, ആനയോൺ സിമ്പിൾ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ക്ലോറൈഡ്, നൈട്രേറ്റ്, സൾഫേറ്റ് പോലെയുള്ള സിമ്പിൾ അയോൺ. അല്ലെങ്കിലോ കാറ്റയോൺ സിമ്പിളും പൊട്ടാസ്യം, സോഡിയം, അമോണിയം പോലെയുള്ള സിമ്പിൾ. ആൻഡ് anion is complex. And the third case, both the cation and the anion are complex. Is it clear? തിരക്കാരം എങ്ങനെ വന്നു? ഇനി ഇതൊന്നും ഇല്ലാത്ത ഇങ്ങനത്തെ കോമ്പൗണ്ട്സ് ഉണ്ട്. NiCO4 ടൈംസ്. ഒരു നിക്കൽ ആറ്റവും 4 കാർബൺ മോണോക്സൈഡ്. നിക്കൽ ഓക്സൈഡ് ചെയ്ത് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് അറിയാം. കാർബൺ മോണോക്സൈഡ് ന്യൂട്രൽ മോളിക്യൂൾ, നോ ജസ്റ്റ് ലൈക്ക് അമോണിയ. നിക്കൽ ഇസ് ന്യൂട്രൽ ആറ്റം, നോ ചാർജ് അറ്റ് ഓൾ. രണ്ടും 0 ആണ്. അതൊരു സിമ്പിൾ മോളിക്യൂൾ ആണ്. കാറ്റയോണും ആനയോണും ഒന്നും ഇല്ല. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനത്തെ കോമ്പൗണ്ട്സ് ഉണ്ട്. കാറ്റയോണോ ആനയോണോ ന്യൂട്രൽ ആയിട്ടുള്ള, ന്യൂട്രൽ എന്നല്ല ചാർജ് ലെസ് ആയിട്ടുള്ള കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഉണ്ട്. പിന്നെ അയോണിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്. അതിൽ കാറ്റയോൺ സിമ്പിളും ആനയോൺ കോംപ്ലക്സും ആവാം. കാറ്റയോൺ കോംപ്ലക്സും ആനയോൺ സിമ്പിളും ആവാം. കാറ്റയോണും ആനയോണും കോംപ്ലക്സ് ആവാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും ഇല്ലാത്ത ഈ ടൈപ്പ് സാധനം ഉണ്ടാവാം. അയോണിക് അല്ലാത്ത, നോൺ അയോണിക് ആയിട്ടുള്ള കോംപ്ലക്സ് കോമ്പൗണ്ട്സ് ഉണ്ടാവാം. കുറച്ച് ക്ലിയർ ആയി വന്നോളൂ, പഠിക്കണം. എന്തായാലും ശരി, എല്ലാത്തിലും കാണുന്നത് എന്താണ്? കോംപ്ലക്സ് സ്പീഷീസില് അത് കാറ്റയോൺ ആവാം, ആനയോൺ ആവാം, ന്യൂട്രൽ ആവാം, അല്ലെങ്കിൽ ചാർജ്ലെസ് ആവാം. എന്തിലായാലും ഒരു മെറ്റൽ ആറ്റമോ മെറ്റൽ അയോണോ combined with a few anions or neutral molecules like ammonia or ഇത് അമോണിയ ന്യൂട്രൽ മോളിക്യൂൾ ആണ്. ഇവിടെ സയനൈഡ് എന്ന് പറഞ്ഞാൽ ആനയോൺ ആണ്. ഇവിടെ കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ മോളിക്യൂൾ ആണ്. അപ്പൊ ലിഗാൻഡ്സ് സാധാരണഗതിയിൽ ഒന്നുകിൽ ആനയോൺസോ അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾസോ, അപൂർവ കേസസിൽ പോസിറ്റീവ് ആയിട്ടുള്ള അയോൺസ് ഉണ്ടാവാം. മിക്കവാറും എല്ലാ ലിഗാൻഡ്സും ആനയോണോ ന്യൂട്രൽ ആയിരിക്കും. ആനയോണിക് ലിഗാൻഡ്സ് ആൻഡ് ന്യൂട്രൽ ലിഗാൻഡ്സ്, and there are a few cationic ligands, whatever it may be, that is cationic, anionic or neutral. You can say that all the ligands have a one special duty. എന്താണ്? Yes, donate either a pair or a few pairs of electrons to the metal atom or ion. ഈ സെന്ററിലുള്ള മെറ്റൽ ആറ്റത്തിനോ അല്ലെങ്കിൽ മെറ്റൽ അയോണിനോ, ഇതൊക്കെ മെറ്റൽ അയോൺ ആണ്, ഒരു കുറച്ച് പേഴ്സ്, 1 2 3 4, അതായത് a pair or a few pairs of electrons are donated in the form of a coordinate bond. Coordinate bond എന്ന് പറഞ്ഞാൽ എന്താണ്? Yes, this is the metal, this is the ligand. Ligand has a pair of electron and this pair of electron is donated to the metal in the form of a coordinate bond.
ലിഗാൻഡ് ഒരു പേരോ ഒരു ഇലക്ട്രോൺ ഒരിക്കൽ കൊടുക്കില്ല. ഒരു പേര്, രണ്ട് പേര്, മൂന്ന് പേര് ഇങ്ങനെ പേഴ്സിലാണ് കൊടുക്കുക. ആർക്ക് കൊടുക്കും? മെറ്റലിന് കൊടുക്കും. മെറ്റലിന് എപ്പോഴും എന്തുണ്ടാവും? കുറച്ച് ഇലക്ട്രോൺ പേഴ്സ് കിട്ടാനുള്ള ടെൻഡൻസി ഉണ്ടാവും. മനസ്സിലായില്ലേ? എത്ര ചിലതിന് 4 പേർ കിട്ടണം, ചില 2 പേർ, ചില 3 പേർ കിട്ടണമെന്നുണ്ടാവും. കുറച്ച് മനസ്സിലാവും. ആ പേഴ്സ് ഓഫ് ഇലക്ട്രോൺ കിട്ടാൻ മാത്രം എന്തുകൊണ്ടാണ് ഇത് 6 സൈനൈഡ് മാത്രം, എന്തുകൊണ്ട് 7 സൈനൈഡ് ആയാലും 5 സൈനൈഡ് എന്ന് വെച്ചാൽ ഈ അയൺ സംബന്ധിച്ചിടത്തോളം അയണിന് 6 ഇലക്ട്രോൺ പേഴ്സിന്റെ ആവശ്യമുണ്ട്. 6 സൈനൈഡ്. കൊബാൾട്ട് 3+നും 6 ഇലക്ട്രോൺ പേഴ്സിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് 6 അമോണിയ മോളിക്യൂൾ. നിക്കൽ 0ന് 6 പേര് വേണ്ട, 4 പേര് വേണ്ട. അതുകൊണ്ട് എന്തായി? NiCO 6 ടൈംസ് അല്ല, NiCO 4 ടൈംസ് ആണ്. ഒരു എക്സാമ്പിൾ പറയാം. Ag NH3 ട്വൈസ്. സിൽവർ പ്ലസ് ആണ്. ഇത്ര ലിഗൻസിന്റെ എണ്ണം 2 ലിഗൻസ് ഉണ്ട്. കാരണം സിൽവർ പ്ലസിന് 2 ഇലക്ട്രോൺ പേഴ്സിന്റെ ആവശ്യമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഈ ആവശ്യമുള്ള ഇലക്ട്രോൺ പേഴ്സുകളുടെ എണ്ണത്തെ അതിന്റെ കോഓർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നു. ഏത് നോക്കി കഴിഞ്ഞാലും അതിന്റെ കോർഡിനേഷൻ നമ്പർ, സിൽവറിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? കുറച്ച് നമ്മൾ കാണുമല്ലോ ഒന്നുകൂടി. 2 ആണ്. ഇവിടെ കോർഡിനേഷൻ നമ്പർ ആയിട്ട് 6 ആണ്. ഇവിടെ നിക്കലിന്റെ 4 ആണ്. ഈ ലിഗാൻസ് എല്ലാം കൂടി മെറ്റലിന് എത്ര ഇലക്ട്രോൺ പേഴ്സ് കൊടുക്കുന്നോ ആ എണ്ണത്തെയാണ് നമ്മൾ അതിന്റെ മെറ്റലിന്റെ ഓരോ മെറ്റൽ ആയിരത്തിലും ഓരോ കോർഡിനേഷൻ നമ്പർ ഉണ്ടായിരിക്കും. ഒന്നിൽ കൂടുതൽ ചിലതിന് വരാം, സ്വാഭാവികമായിട്ടും ഒന്നേ ഉണ്ടാവും. ചിലർക്ക് 2 വ്യത്യസ്ത കോർഡിനേഷൻ നമ്പറിൽ വ്യത്യസ്ത കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്, ഇല്ലാതില്ല. എന്നാൽ ജനറലി ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ പേഴ്സിന്റെ ആവശ്യമുണ്ട്. ആ ഇലക്ട്രോൺ പേഴ്സ് കിട്ടാൻ വേണ്ടി അത് ആരുമായിട്ട് യോജിക്കും? ഇതുപോലെയുള്ള അമോണിയ, വാട്ടർ, അല്ലെങ്കിൽ എന്താണ് സയനൈഡ്, അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് പോലെയുള്ള മോളിക്യൂൾസ്. ഈ മോളിക്യൂൾസിന്റെ പ്രത്യേകത എന്താണ്? ഈ മോളിക്യൂൾസിലെ ലോൺ പെയറുള്ള ആറ്റംസ്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ആറ്റംസ് ഉണ്ടായിരിക്കണം. ഒരു കാരണവശാലും മീഥൈൽ മോളിക്യൂളോ ഈഥൈൽ മോളിക്യൂളോ ഒന്നും ഒരു ലിഗൻഡ് അറ്റാക്ക് ചെയ്യില്ല. മീഥൈൽ മോളിക്യൂൾ നമുക്കറിയാം. മീഥൈൽ മോളിക്യൂളിലെ കാർബൺ ബോണ്ടഡ് ടു 4 ഹൈഡ്രജൻസ്. കാർബണിന് ചുറ്റും 4 ഇലക്ട്രോൺസ് ഉണ്ട്. 1, 2, 3, 4. ഹൈഡ്രജൻ ഓരോ ഇലക്ട്രോൺസ് ഉണ്ട്. ഹൈഡ്രജൻ ഇതൊക്കെ മനസ്സിലുണ്ടല്ലോ നിങ്ങൾക്ക്? ഹൈഡ്രജൻ. ഓക്കെ. കാർബണിനെ സംബന്ധിച്ചിടത്തോ ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോ അതിന്റെ കൂടെ എന്തില്ല? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ല. Carbon does not have a lone pair of electrons in methane or carbon tetrachloride or ethane. Ethane methanelo, pentane അല്ലെങ്കിൽ എന്താണ് കാർബൺ ടെട്രാക്ലോറൈഡിലോ ക്ലോറോമീഥൈനിലോ അതിലൊന്നും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ല. അതുകൊണ്ട് തന്നെ this molecule cannot act as a ligand or cannot act as a donor towards metal atom. മെറ്റൽ ആറ്റത്തിനോടോ മെറ്റൽ അയോണിനോടോ കൂടെ ചേർന്ന് ഒരു ലിഗാൻഡ് അറ്റാക്ക് ചെയ്യാൻ ആൾക്ക് പറ്റില്ല. അതേസമയം വാട്ടർ ഓക്സിജന്റെ ആറ്റത്തിന് ചുറ്റും 6 ഇലക്ട്രോൺ 2, 4, 5, 6 and it forms a water like this. ജിയോമെട്രിയിലൊക്കെ ഞാൻ പോകുന്നില്ല, ഇതുപോലെയാണ് അല്ലേ? ഇവിടെ ലൂയിസ് പിക്ചർ വരച്ചു കഴിഞ്ഞാല് അപ്പൊ എന്താണ് ഈ പെയറും ഈ 2 പേരുകൾ എന്താണ്? ലോൺ പെയറാണ്. അതേപോലെ അമോണിയക്ക് നൈട്രജൻ ആറ്റത്തിന് ചുറ്റും S2P3 5 ഇലക്ട്രോൺസ് ഉണ്ട്. 2, 3, 4, 5 and when it forms ammonia NH3 ആയി അല്ലേ? ഈ 3 ഇലക്ട്രോൺസ് ഉപയോഗിച്ച് ഈ 2 ഇലക്ട്രോൺസ് ഈ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്താണ്? ലോൺ പെയർ ആണ്. സോ അമോണിയ can act as a donor, water can act as a donor or a donor as a ligand, but methyl cannot act as a ligand or BF3 cannot act as a ligand. Boron trifluoride, boron ഇതാ, boron U2 boron 1, 2, 3 ഇലക്ട്രോൺസ് ഉണ്ട് boron and BF3 or BH3 ആയിക്കോട്ടെ, ഹൈഡ്രജൻ തീർന്ന്. ബോറോണിന് ഒന്നും ബാക്കിയില്ല, ഹൈഡ്രജനും ബാക്കിയില്ല. സോ BH3 cannot act as a ligand. പറയുന്നത് മനസ്സിലാണ്. അപ്പൊ ലിഗാൻഡ് അറ്റാക്ക് സാധാരണഗതിയില് ഓക്സിജൻ, കാരണം ഓക്സിജന്റെ ബാലൻസ് 2 ആണ്. ഓക്സിജൻ ഡൈവാലന്റ് അറ്റാക്ക് ചെയ്യുന്ന എല്ലാ
എല്ലാ കോവാലന്റ് കോമ്പൗണ്ട്സിലും ഓക്സിജന്റെ കൂടെ എന്തുണ്ടാവും? 2 ലോൺ പെയർ ഉണ്ടാവും. നൈട്രജൻ ട്രൈവലന്റ് ആയിട്ട് ഫോം ചെയ്യുന്ന ഏത് കോവാലന്റ് കോമ്പൗണ്ടിലും 1 ലോൺ പെയർ ഉണ്ടാവും. ഇപ്പൊ നൈട്രജൻ കോമ്പൗണ്ട്സ് അമോണിയോ അമീൻസോ ഒക്കെ എന്തായിട്ട് അമീൻസ് അല്ലേ? NH3 RNH2 R2NH ഇതിനൊക്കെ എല്ലാത്തിലും നൈട്രജൻ ട്രൈവാലന്റ് ആണ്, കോവാലന്റ് കോമ്പൗണ്ട് ആണ്. ഇതിലൊക്കെ നൈട്രജൻ എന്തുണ്ട്? ഇത് സെക്കൻഡറി അമീൻ ആണ്, ഇത് പ്രൈമറി അമീൻ ആണ്, ഇത് അമോണിയ ആണ്. നൈട്രജൻ bears a lone pair and the ammonia can act as a ligand, primary amines can act as a, secondary amine can act as a ligand and so on. You can see that a nitrogen trivalently bonded nitrogen can act or that compound can act as a ligand, water can act as ligand, and all the halide ions F minus, Cl minus or Br minus, all these things can act as ligands because നമ്മുടെ ഇഷ്ടം പോലെ എല്ലാ പേരും ലോൺ പേർ ആണ്. വേറെ ആയിട്ട് ബോണ്ടിങ് ലൈൻ ക്ലോറൈഡിൽ 7 ഇലക്ട്രോൺ, ക്ലോറൈഡിൽ 8 ഇലക്ട്രോൺ, ക്ലോറിനിൽ 7 ഇലക്ട്രോൺ ഉണ്ട്, ക്ലോറൈഡ് 8 ഇലക്ട്രോൺ ഉണ്ട്. 4 പേർ എന്താണ്? 4 കൊടുക്കാനൊന്നും പറ്റില്ല വേറെ കാര്യം. ബട്ട് ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ ഇലക്ട്രോൺ പെയർ ഡോണർ ഓർ ആസ് എ ലിഗാൻഡ്. ഓൾ ദി ഹാലൈഡ്സ് കോമൺ ലിഗാൻഡ്സ് അത് തന്നെയാണ്. കോമൺ ലിഗാൻഡ്സ് വാട്ടർ, അമോണിയ, അമീൻസ്, പിന്നെന്താണ് ഹാലൈഡ്സ്, ഹാലജൻസ് അല്ല ഹാലൈഡ്സ്, പിന്നെ സയനൈഡ്, കാർബൺ മോണോക്സൈഡ്, ഇഷ്ടംപോലെ മോളിക്യൂൾസ് ഉണ്ട്, അയോൺസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ് ദീസ് ലിഗാൻഡ്സ് മേ ബി ഐദർ കാറ്റയോണിക് ഓർ ആനയോണിക് ഓർ ന്യൂട്രൽ. പറയുന്നത് മനസ്സിലുണ്ടോ? കൂടുതലും ആനയോണിക്കോ ന്യൂട്രലോ ആയിരിക്കും. മിക്കവാറും ഹൈഡ്രോക്സൈഡ്, അമൈഡ്, ക്ലോറൈഡ്, ബ്രോമൈഡ്, സയനൈഡ് ഇതൊക്കെ എന്താണ്? ആനയോണിക് ആയിട്ടുള്ള ലിഗാൻഡ്സ് ആണ്. ന്യൂട്രൽ ലിഗാൻഡ്സ് ആരാണ്? വാട്ടർ, അമോണിയ, അമീൻസ്, കാർബൺ മോണോക്സൈഡ് ഇതൊക്കെ എന്താണ്? ന്യൂട്രൽ ആയിട്ടുള്ള ലിഗാൻഡ്സ് ആണ്. കാറ്റയോണിക് ലിഗാൻഡ്സ് അങ്ങനെ നമ്മുടെ സിലബസിൽ ആദ്യമേ പറയുന്ന വാക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ദി ലിഗാൻഡ്സ് എന്ന്. അവിടെ നിന്ന് തുടങ്ങാം നമുക്ക്. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞപ്പോൾ പറയുന്നത് ടൈപ്സ് ഓഫ് ലിഗാൻഡ്സ്. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ടൈപ്സ് ഓഫ് ലിഗാൻഡ്സ്. ലിഗാൻഡ്സ് നമുക്ക് പല വിധത്തിൽ ക്ലാസിഫൈ ചെയ്യാം. എപ്പോഴും എന്തെങ്കിലും ഒരു ഗ്രൂപ്പിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ can be classified by different methods. നമ്മൾ ക്ലാസ്സിലെ കുട്ടികളെ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. ക്ലാസ്സിൽ ബോയ്സ് ആൻഡ് ഗേൾസ് ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റുമല്ല. എന്താണ് പിന്നെ വേറെ വിധത്തിൽ ക്ലാസിഫൈ ചെയ്യാം. വേറെ വിധത്തിൽ ക്ലാസിഫൈ ചെയ്യാം. കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്നവരും കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നവരും വേറെ ജില്ല മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്നവരും ജില്ലാ വൈസ് ക്ലാസിഫൈ ചെയ്യാം. അല്ലെങ്കിലോ മാനേജ്മെന്റ് കോട്ടയിൽ വന്നവരും അല്ലെങ്കിൽ മെറിറ്റിൽ വന്നവരും അങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. 80% കൂടുതൽ മാർക്കുള്ളവർ 80% കുറവ് മാർക്ക് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെ വെച്ച് ക്ലാസിഫൈ ചെയ്തു. അതേപോലെ തന്നെ വി കൻ സീ ദാറ്റ് ലിഗാൻഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ്. അതിനൊരു മെത്തേഡാണ്, ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ആനയോണിക്, കാറ്റയോണിക് ആൻഡ് ന്യൂട്രൽ ലിഗാൻഡ്സ്. ആനയോണിക് ലിഗാൻഡ്സ്, കാറ്റയോണിക് ലിഗാൻഡ്സ് ആൻഡ് ന്യൂട്രൽ ലിഗാൻഡ്സ്. And there are a lot of examples for anionic. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞ് എന്താണ് സയനൈഡ്, ക്ലോറൈഡ്, ബ്രോമൈഡ്, അയഡൈഡ്, വാട്ടർ ഇറ്റ് മേ ബി എല്ലാം ഇതാ അല്ലേ. അമൈഡ്, ഹൈഡ്രോക്സൈഡ് ആൻഡ് സോ ഓൺ. ഇഷ്ടംപോലെ ലിഗാൻഡ്സ് ഇത് സമയം കളയേണ്ട ആവശ്യമില്ല. കാറ്റയോണിക് ലിഗാൻഡ്സ് വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഇതിനായിട്ടുള്ള ലോൺ പെയർ. ദിസ് ഈസ് എ ഹൈഡ്രസീനിയം അയോൺ, നൈട്രസോണിയം അയോൺ. ഇതുപോലെയുള്ള വളരെ കുറച്ച് വിരലിലെണ്ണാവുന്ന എന്തേ ഉള്ളൂ കാറ്റയോണിക് ലിഗാൻഡ്സ് മാത്രമേ ഉള്ളൂ. കാറ്റയോണിക് ലിഗാൻഡ്സ് വളരെ കോമൺ ആയത് വളരെ കുറവാണ്. പിന്നെ ഇഷ്ടംപോലെ ന്യൂട്രൽ ലിഗാൻഡ്സിന്റെ ഏറ്റവും കോമൺ ആയത് വാട്ടർ, അമോണിയം തന്നെയാണ്. വാട്ടർ, അമോണിയ, കാർബൺ മോണോക്സൈഡ്, ഫോസ്ഫീൻ, അമീൻസ്, ഇങ്ങനെ അതും ആവശ്യം പോലെയാണ്. ഇഷ്ടംമാതിരി. മനസ്സിലായില്ലേ? എല്ലാത്തിൻ്റെയും പൊതു സ്വഭാവം എന്താണ്? എല്ലാം ഒന്നോ ഒന്നിൽ കൂടുതലോ ഇലക്ട്രോൺ പേഴ്സ് മെറ്റലിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റിയ മോളിക്യൂൾസ് ആണ്. സോ ദർ ആർ ആനയോണിക് ലിഗാൻഡ്സ്, കാറ്റയോണിക് ലിഗാൻഡ്സ് ആൻഡ് ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. കണ്ടിന്യൂ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്.